ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. ആട് എന്ന ഫ്രാഞ്ചൈസിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? How did it start? അത് ഇവിടെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ മാർച്ച് 19 മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ബഡ്ജറ്റ്സ് ഉള്ള 3 സിനിമകളിൽ ഒന്നിൽ ആടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ അത് ബഡ്ജറ്റ്സിന്റെ കാര്യമല്ല, എന്നാലും ഞങ്ങളൊരു വിഷ്വൽ മാജിക് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ മാജിക്കുമാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഇവിടെയുണ്ട്. നിങ്ങളെല്ലാം പാടി നടക്കുന്ന ഓരോ ഹാജി മസ്താൻ സലാം വയ്ക്കും ഷാജിദ് പാപ്പനെ എഴുതി നടുവയ്യാത്തൊരു പാപ്പനെ ചെയ്ത ആളാണ് ഇത്. എൻ്റെ സർബത്ത് ഷമീറിന്റെ BGM ആണെങ്കിലും അറക്കൽ അബൂന്റെ BGM ആണെങ്കിലും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത സാക്ഷാൽ ഷാൻ റഹ്മാൻ. പിന്നെ യു ആർ ഓൾ ലക്കി ടു ബി ഹിയർ. ഞങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വിറ്റ്നസ് ചെയ്യുന്ന കുറച്ച് പേരാണ് നിങ്ങൾ എല്ലാവരും. ഷാൻ, ഓവർ ടു യു. സുഖമല്ല എല്ലാവർക്കും. എന്താ പറയാ, ഈ ആട് പണ്ണിന്റെ കഥ ഞാൻ കേൾക്കുന്നത് മിഥുന്റെ അടുത്തുനിന്ന്. ഞങ്ങൾ ഓം ശാന്തി ഓശാനയുടെ റിലീസ് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്ന വഴിയാണ് എന്നോട് മിഥുൻ ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, ആട് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാൻ ആടോ? അതെ, ആട് ഒരു ഭീകര ജീവിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി. അങ്ങനെ കഥ കേട്ട് നമ്മള് കോഴിക്കോട് എത്തിയിട്ട് ആ ചാർജില് ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്ത പാട്ടായിരുന്നു കൊടി കയറുന്ന പൂരമായി പൊടി പറത്തിയ ഓളമായി. അപ്പം അത് അന്ന് തുടങ്ങിയൊരു ജേർണി. അപ്പൊ അന്നൊന്നും നമ്മുടെ മനസ്സിൽ ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസ് ആവണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ ഫിലിംസും വിജയ് ചേട്ടൻ നമുക്ക് തന്ന ധൈര്യം, അങ്ങനെ ആട് 2 വന്നു, അത് സൂപ്പർ ഹിറ്റ് ആയി. ഇപ്പതേ അതൊരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഇന്ന് ഇതിലെ ഫസ്റ്റ് സോങ് റിലീസാവാൻ പോവാണ്. ആ സോങ്ങിന്റെ പേര് ഞാൻ പറയട്ടെ ചേട്ടാ? ഈ സോങ്ങിന്റെ പേര് സുൽത്താൻ എന്നാണ്. ഈ സോങ്ങില് ഈ സോങ് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ അഭ്യൂഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആരാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്, ആരാണ്? ഫോർ ഷുവർ നിങ്ങളെല്ലാം കണ്ടു കാണും ട്രെയിലറിൽ. ഒന്ന് നമ്മുടെ സ്വന്തം വിനായകൻ തന്നെയാണ്. രണ്ടാമത് ആരാണ് ഇവിടെ നിഖില വിമലിന്റെ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടെന്നും ഒരുപാട് പേരുകൾ ഇങ്ങനെ വന്നും പോയൊക്കെ നിന്നു. അപ്പൊ ഞങ്ങൾ ആ സർപ്രൈസും ഇന്ന് നിങ്ങളുടെ മുമ്പിലാച്ചാണ് ബ്രേക്ക് ചെയ്യുന്നത്. പേര് പറയാം, പേര് പറയുന്നില്ല, ആളെ വരുത്തിക്കാൻ. അയാള് മേഡം വരുന്നത് വരെ ഷാനോട് എന്താണെന്ന് വെച്ചാൽ ആട് സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മേജർ ക്യാരക്ടറിനും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോർ ഉണ്ട്. ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ അത്രയും വൈഡായിട്ട് കാണുന്നത്. അതിന്റെ പിറകിൽ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എല്ലാം മിഥുന്റെ ഐഡിയ ആണ്. മിഥുൻ ആണ് ഈ പറഞ്ഞ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ തീം മ്യൂസിക് വേണം. ഞാൻ പറഞ്ഞ സാധാരണ അളിയ ഒന്നെങ്കിൽ ഹീറോയ്ക്ക് ഒരു തീം, വില്ലൻ ഒരു തീം. ഇപ്പൊ പറഞ്ഞ അത് പോരാ, ഓരോരുത്തർക്കും ഇപ്പം ഹാജി മസ്താൻ സലാം വയ്ക്കെന്നും പറഞ്ഞ് ജയഭീകരൻ കൊടുംഭീകരൻ എന്നും പറഞ്ഞ് സൈജു ചേട്ടൻ ഒരു തീം എന്ന് തുടങ്ങിയ ക്യാപ്റ്റൻ ക്ലീറ്റസ്, അങ്ങനെ ഡൂഡ്, അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തമായ തീംസ് വേണമെന്നുള്ളത് മിഥുന്റെ ഐഡിയ ആയിരുന്നു. സർബത്ത് ഷമീർ. അപ്പൊ അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം എല്ലാം വർക്കായി. അതിന്റെ ഒരു സന്തോഷം. Okay, so now let's welcome Vedika to the stage. വേദിയിലേക്ക് ഇനി ആ ഒരു സ്പെഷ്യൽ സോങ് നമുക്ക് സ്ക്രീൻ ചെയ്യണ്ടേ? റെഡിയാണോ? Shall we count down? ആട് 3 അല്ലേ? Let's start from 3, 2. വരുമോ? 1 കഴിഞ്ഞാ വരുമല്ലോ. ഡ്യൂഡ് പ്ലീസ്. ഇനി എല്ലാം ഡ്യൂഡിന്റെ കാര്യങ്ങളാണ്. ഡ്യൂഡ് നമ്മുടെ കൊച്ചിയുടെ ഡ്യൂഡ് സുൽത്താൻ വിത്ത് വേദിക. ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മള് ഇത്രയും ഗ്രേസ്ഫുൾ ആയ ഒരു സോങ്, ഈ ഒരു ഗ്രേസ്ഫുൾ ആർട്ടിസ്റ്റിന്റെ കൂടെ നേരിട്ട് for the first time കാണാൻ പോകുന്നത്. So love this moment. It's a great moment for all of us. നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ഈ ഒരു പാട്ട്, പക്ഷേ അല്ലേ വിജയ്, ഈ ഒരു പാട്ട് നമ്മൾ ഏറ്റവും ആദ്യം കണ്ട പ്രേക്ഷകർ മറ്റാരുമല്ല, അത് ഈ കാണുന്ന ജനങ്ങളാണ്. അത് ഗ്യാരണ്ടി അല്ലേ? ഓക്കെ, സോ സുൽത്താൻ ഡ്യൂഡ്
And Vedika. നിങ്ങൾ എല്ലാരെയും കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. Thank you so much for being here for the launch of our song. And Shere Sultan has been so special. I've always, loved dancing, and when Vijay sir offered me this song in one of the most anticipated franchises of South Indian film industry, Aadu, so this is why I'm doing this song, because I love the franchise, I love the sequels that were made, and the team. Why, I have chosen to be a part of Aadu 3. They are fantastic. Vijay sir has always made amazing films, always delivered great entertainers for family audience, and Aadu is going to be a huge, a hugely anticipated film where all you guys, I'm sure, are waiting to watch it in theaters as much as I am. And coming back to the song, it's so happy to be working with you again. So yes, fantastic team, Jayasuriya ji and Sunny Wayne, and that's part of this film. I'm so happy to be here. Vijay sir as well as acting. And special thanks to Shan sir, Akhil George sir, Venu sir, who's also part of the film, and really happy to be with all of you here today. Thank you so much for being here supporting Aadu 3 and our song. So, നമ്മള് ഈ ഒരു Aadu 3 ഫ്രാഞ്ചൈസിന്റെ പക്ഷെ എല്ലാവരും കാണണം. ഒരു ബിഗ് മൂവി ലൈക്ക് ഭയങ്കര വലിയ മൂവിയാണ്. ഓക്കെ, ട്രൈ ചെയ്ത് കാണാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒന്നും വേറെ കൂടുതൽ പറയാനില്ല, അതുകൊണ്ട്. Okay, so we have a giveaway. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ഹോളി. അപ്പൊ ഞാൻ ഈ യൂണിവേഴ്സിൽ പുതിയൊരാള്, അപ്പൊ സിനിമയെ പറ്റി ഒരുപാട് എനിക്ക് സംസാരിക്കാൻ അധികാരം ഇല്ലെന്ന് പറയാൻ പറ്റും. ഇപ്പം അടുത്തൊരു മൂവിയില് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കല്ലേ, പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഒരു ഓഡിയൻസ് ആയിട്ട്, ഒരു പ്രേക്ഷകനായിട്ട് ആടിന്റെ ബാക്കിയുള്ള സിനിമകൾ കണ്ടതാണ്. അതെ, അത് കണ്ടപ്പോൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ അടുത്ത ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല എവിടേക്ക് എത്തുമെന്ന്. വിജയിച്ചേട്ടൻ കഴിഞ്ഞോണ്ട് ഞാൻ ഇവിടെ എത്തി. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു. ഉണ്ണി രാജൻ പി. 4 ദിവസം 5 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. പിന്നെ സന്തോഷം, Aadu 3 ടീമിന്റെ കൂടെ വീണ്ടും Aadu ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അത് ഇത്രയും വലിയൊരു സിനിമയായി മാറുക, ഒരുപാട് സന്തോഷം. അപ്പോൾ Aadu 1-നും 2-നും കൊടുത്ത അതേ സപ്പോർട്ട് Aadu 3-ക്കും എല്ലാവരും തരണം. താങ്ക് യു സോ മച്ച്. സോ ഭഗത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി അതിന് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. കാരണം അത്രയും വലിയൊരു പരിപാടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഓം ശാന്തി അവസാനയുടെ സമയത്ത് ഇതിന്റെ പടലിൽ കയറി തൂങ്ങിയ ആളാണ് ഞാൻ. ഇപ്പോഴും ഇറങ്ങി പോയിട്ടില്ല. അപ്പോൾ അന്നൊരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങി. ആ യാത്ര ഇപ്പോൾ Aadu 3 ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഈ വെള്ളിയാഴ്ച. ഈ ഭാഗത്ത് പറഞ്ഞ പോലെ ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം. Aadu 1നും 2നും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും Aadu 3-ക്കും ഉണ്ടാവണം. താങ്ക് യു. Thank you everyone for being here, and the entire media, Malayali media, for being standing here with, by supporting our film and giving us so much love. താങ്ക് യു സോ മച്ച്. പരിപാടി തീർന്നിട്ടില്ല. ഇനി നമ്മൾ അതിന്റെ അവസാനത്തെ കൂട്ടം ഒരിക്കൽ തുടങ്ങുന്നതിന് DJ Savio will be back, and without him it wasn't possible. Aadu 3 was not possible without Vijay Babu, and let me tell you,